വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് തന്നെ നമ്മുടെ വീട്ടിലെ പ്ലാവ് കാണിച്ചുകൊണ്ടാണ്. അതിനകത്ത് എന്തോ എത്ര കാണിക്കാൻ ചോദിച്ചാൽ നമ്മളൊരു 5 മാസം കൊണ്ട് ഒരു ചക്ക വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് അമ്മയ്ക്കും അച്ഛനും ഉള്ളത്. അപ്പൊ അത് മുറിച്ചിട്ട് കുറച്ചു നേരം നമ്മൾ അതിന്റെ കറ പോകാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ടോട്ടലായിട്ടൊന്ന് മുറിച്ചു നോക്കുന്നത്. ഏകദേശം 1 വർഷമായി നമ്മൾ ഈ പ്ലാവ് വെച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു 8ാമത്തെ മാസം മുതൽ നമുക്ക് ചക്ക കിട്ടുന്നുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു ചക്ക ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. ഒരു 16 കിലോ വരും. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരുന്നു, മുറിക്കാൻ പോലും. അപ്പൊ അത് മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ചെറുതായിട്ടൊരു അബദ്ധം പറ്റിയത് മനസ്സിലായത്. സംഭവം ചെറുതായിട്ടൊന്ന് പഴുത്തു പോയിട്ടുണ്ടായിരുന്നു. നമ്മളത് വേവിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കി ഓരോ ദിവസവും നോക്കി നിർത്തിയത്. പക്ഷെ സംഭവം ചെറുതായിട്ടൊന്നും പഴുത്തുപോയി. അത് കുമ്പളപ്പം ഉണ്ടാക്കാവുന്ന രീതി പഴുത്തിട്ടില്ല, എന്നാൽ നമുക്ക് വേവിക്കാനും പറ്റത്തില്ല. ആ ഒരു രീതിയിലായിരുന്നു. അപ്പൊ കുറച്ചു നേരത്തെ ഒരു നീണ്ട ആലോചനയ്ക്ക് ശേഷം നമ്മൾ തീരുമാനിച്ചു എങ്കിൽ ബാക്കിയും കൂടെ പഴുപ്പിക്കാൻ വെക്കാം, കുറച്ച് നമുക്ക് അറിയാവുന്നവർക്കൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ് അത് ഈക്വലായിട്ട് അമ്മയച്ഛനും കൂടി ഇങ്ങനെ മുറിച്ചോണ്ടിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത്, അമ്മയാണെങ്കിൽ ഇന്ന് ചക്ക വേവിച്ചതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചക്കയുടെ ഒക്കെ കഴിയും, മീൻകറിയാണ് സൂപ്പറെങ്കിലും അമ്മ ഇന്ന് അടിപൊളിയായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ വീട്ടിൽ ചക്ക മാങ്ങ തേങ്ങ ഒക്കെ കുറേ ഉണ്ട്. നമുക്ക് സ്ഥലം കുറവായതുകൊണ്ട് നമ്മളെല്ലാം ബഡ് തൈ ആയിരിക്കും മേടിച്ച് വെക്കുന്നത്. അപ്പോൾ ഈ ചക്കയും ഒരു ബഡ് തൈയാണ്, വിയറ്റ്നാം ഏർലി എന്നാണ് ഇതിൻ്റെ പേര്. ഒന്നും നോക്കിയില്ല, പിന്നെ ഓരോ ചെറിയ ചക്ക ഇട്ടുകൊണ്ട് വന്ന് അച്ഛനത് വൃത്തിയാക്കി കൊടുക്കുകയാണ്. അച്ഛനത് വൃത്തിയാക്കി കൊടുക്കുമ്പോൾ അതെല്ലാം അമ്മ പൊളിച്ച് അരിഞ്ഞെടുക്കും. അപ്പം കഥ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം പെട്ടെന്ന് തീരുമല്ലോ. അപ്പം ഞാൻ എൻ്റെ ഇടയ്ക്ക് പോയി 2 വീഡിയോ ഒക്കെ എടുത്തോണ്ട് ഇരുന്നപ്പോഴത്തേക്ക് അവർ കാര്യം പറഞ്ഞ് സംഭവം എല്ലാം ഒറ്റ അടിക്ക് അങ്ങ് തീർത്ത് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തു. അപ്പൊ ഇന്നൊരു അടിപൊളി ചക്ക വേവിച്ചാണ്. അപ്പൊ എല്ലാവരുടെ വീട്ടിലെ ചക്ക വേവിക്കുന്ന ഒരുപോലെ ആണെങ്കിലും നമ്മുടെ വീട്ടിലെ അങ്ങ് കാണിക്കാന്ന് ഓർത്തു. അപ്പൊ ഈ ഒരു സാധനങ്ങളെല്ലാം അമ്മ അരിഞ്ഞ് പെറുക്കി ഒന്ന് വൃത്തിയാക്കി ഇതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഒരു മിക്സിക്കകത്തോട്ട് മഞ്ഞപ്പൊടി, ജീരകം, വെളുത്തുള്ളി, കാന്താരി, അതേപോലെ തന്നെ തേങ്ങ തിരുമിയതൊക്കെ ഇട്ടു. അപ്പൊ നമ്മൾ കാന്താരി ഇത്ര ഇടുന്നുണ്ടെങ്കിലും സംഭവത്തിന് അത്ര എരി ഒന്നും ഇല്ലാത്ത കാന്താരിയാണ്. കാന്താരി അല്ല, അത് കുറച്ചുകൂടെ വലിയ കാന്താരിയേക്കാളും കുറച്ചുകൂടെ വലിയൊരു ഇതാണ്. അപ്പൊ അതൊന്ന് അരച്ചെടുത്തു. പിന്നെ കുക്കറിനകത്താണ് നമ്മൾ വേവിച്ചെടുക്കാന്ന് വിചാരിച്ചു. അതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്ത്. അപ്പൊ എല്ലായിടത്തും ഒന്നും പറ്റുമല്ലോ. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഈ അരച്ചു വെച്ചിട്ടുള്ള അരപ്പും അതേപോലെ മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചു. അപ്പൊ അത് മൊത്തം അങ്ങ് കിട്ടുമല്ലോ എന്നുള്ള ഒരു അർത്ഥത്തിൽ അത് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ ചക്ക അരിഞ്ഞു വെച്ചതും ഓരോ ലെയറായിട്ട് അമ്മ അങ്ങ് ഇട്ട് കൊടുത്തു. ചക്ക ഇങ്ങനെ ഇടുമ്പോഴും അമ്മ പറഞ്ഞിട്ടു, എന്നാലും മറ്റേത് നമുക്ക് വേവിക്കാൻ പറ്റിയില്ലല്ലോ, ബഡ് തൈ ആയതുകൊണ്ട് തന്നെ. പക്ഷെ നമുക്ക് എല്ലാം ചെറിയ ചക്കയായിരുന്നു. അപ്പൊ ഇത്രയും വലിയൊരു ചക്ക ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സന്തോഷമായിരുന്നു. പിന്നെ അത് കുക്കറിനകത്തോട്ട് അടച്ച് വേവിക്കാൻ വെച്ചിട്ട് അപ്പോഴാണ് നമ്മൾ തീരുമാനിച്ചെങ്കിൽ നമുക്ക് നീ ഇലക്കകത്ത് അങ്ങ് കഴിക്കാം എല്ലാവർക്കും കൂടെ ഒരുമിച്ച്. അപ്പൊ പാത്രം അത്രയും കഴുകണ്ടല്ലോ. അപ്പൊ ഇല വെട്ടാൻ പോയപ്പോഴാണ് അമ്മ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കുക, എല്ലാവരും കാണിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ നമ്മുടെ വീട്ടില് ചെറിയൊരു വെറ്റക്കടിയൊക്കെ ഉണ്ട്, പിന്നെ എല്ലാം ബഡ് തൈയാണ്, നീലക്കരിമ്പ് അതേപോലെ അബിയും ഒക്കെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ എല്ലാം കിളിച്ചു വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് അമ്മ പോയി വാഴയില മുറിച്ച് നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് കുക്കറിന് വിസിലൊക്കെ അടിച്ച് സെറ്റായി, അത് വെന്ത്. അപ്പൊ അതിനകത്തോട്ട് അമ്മ കടുക് വറുത്തൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇങ്ങനെ ഇളക്കിയെടുക്കുമല്ലോ. അപ്പൊ തവി അല്ലാതെ നമുക്കൊരു കമ്പും കൂടെ ഉണ്ട് ഈ ഇളക്കാൻ വേണ്ടി, ചക്ക ചീനിയൊക്കെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പൊ ആ കമ്പെടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത സംഭവം ചക്ക നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് പിന്നെ നന്നായിട്ട് വെന്ത് എല്ലാം ഉടഞ്ഞ് സെറ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ ടേബിളിനകത്തോട്ട് ഇലയും അതേപോലെ ചിക്കൻ കറിയും ചക്ക വേവിച്ചതും വെള്ളമൊക്കെ ഫസ്റ്റിൽ തന്നെ കൊണ്ടുവച്ചു. പിന്നെ ഇലക്കകത്തോട്ട് നമ്മൾ ചക്ക വേവിച്ചതും 4 സൈഡിൽ ചിക്കൻ കറിയും വെച്ചിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ TV വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ TV കണ്ടുകൊണ്ട് എല്ലാം കഴിക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അതിന്റെ ഇടയ്ക്ക് അമ്മ പറയുന്നുണ്ടായിരുന്നു, എന്നാലും നമുക്ക് മറ്റേ ചക്ക കഴിക്കാൻ പറ്റിയില്ലല്ലോ, അതങ്ങ് പഴുത്തു പോയല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അത് നമുക്ക് കുമ്പളപ്പാക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് TV കണ്ടുകൊണ്ട് കഴിച്ചു. പെട്ടെന്ന് തന്നെ തീർന്നു. ഓരോന്ന് സംസാരിച്ച് കഴിച്ചു തീർന്നു. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്രയുള്ളൂ, ടാറ്റാ.